അവിടെ നമ്മൾ പ്രധാന വേദിയിലാണ് നിൽക്കുന്നത്, സൂര്യകാന്തിയിൽ. ഇപ്പൊ ഈ രാവിലെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഹാഷ്മി. ഈ കുട്ടികളൊക്കെ തന്നെ ഉണ്ട് കണ്ടോ. ഈ ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉത്തരവാദിത്ത കലോത്സവം. ഉത്തരവാദിത്ത കുട്ടികളല്ല, ഉത്തരവാദിത്ത കലോത്സവം. മക്കളെ ഒന്ന് വരും, ഒറ്റ ഓടിച്ചിട്ട് ഞങ്ങൾ പിടിക്കും. രാവിലെ വന്ന് ജോലി തുടങ്ങും, അങ്ങനെയാണോ? ഈ കഴിഞ്ഞ 4 ദിവസം അങ്ങനെ നിങ്ങൾ പേപ്പർ വേസ്റ്റ് എടുക്കും, അടിച്ചു വാരും, പിന്നെ ഈ കസേരകളൊക്കെ സെറ്റാക്കി ഇടും. പിന്നെ ഇങ്ങനെ ഓരോ പണിയുണ്ട് ഞങ്ങൾ പകല്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് ചെയ്ത് കഴിഞ്ഞാല് രാവിലെ തുടങ്ങുന്നത് വരെയാണല്ലോ ഇത്തരം കാര്യങ്ങള്. അത് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തോണ്ടിരിക്കണോ? മക്കളെ മടിക്കാതെ വരിക. എന്തിലെല്ലാമാണ് പേര് നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടോ? ഞങ്ങക്ക് ടൈം ഓരോ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഉച്ച വരെ അങ്ങനെ, അത് കഴിഞ്ഞിട്ട് വേറെ പിള്ളേര് വരും, അടുത്ത ടീം വരും. ഈ ചേട്ടൻ പറയായിരുന്നു കുട്ടികൾക്ക് നല്ല ഉത്തരവാദിത്തം കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഗ്രീൻ പ്രോട്ടോകോളിന്റെ കമ്മിറ്റിയാണ് സാറേ. സാർ ഒന്ന് വെറുതെ ഒന്ന് ഈ വശം ഓക്കെയാണ്, ഇതിന്റെ അപ്പുറം വശങ്ങളൊന്ന് സാർ ഒന്ന് വെറുതെ ഒന്ന് ക്യാമറ നമ്മുടെ ജനങ്ങളുടെ മനോഭാവം ഒന്ന് ഹിന്റ് ചെയ്തൊന്ന് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഇത് കണ്ടോ, ഇത് ഒരു ഗ്രീൻ പ്രോട്ടോകോളാണ്. ഇവിടെ ബലൂൺ ഉണ്ട്, ഇവിടെ ഒരു 5 സ്റ്റാറിന്റെ കവറുണ്ട്. ഇതാണ്ട് അവിടെ ഇവിടെ ഒരു ഡയറി മിൽക്കിന്റെ കവറുണ്ട്. ഇവിടെ ഒരു വേറെ കപ്പലിന്റെ കവറുണ്ട്. അവിടെ വേറൊരു കപ്പലിന്റെ കവറുണ്ട്. ലേസിന്റെ കവറുണ്ട്. ഗ്രീൻ പ്രോട്ടോകോളാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗംഭീരമാക്കും. പക്ഷെ ഇവിടെ വരുന്നവരൊന്നും ഇവിടെ ഇടരുത്, അല്ലേ? അല്ലേടാ, ഇത് അല്ലേ വരുന്നവരോടൊക്കെ ഈ പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് എന്ന് പറയാം, അല്ലേ? നമ്മുടെ മീഡിയ കൺവീനർ. നമ്മളെ മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. സൂരജ് നമ്മുടെ കോർ കമ്മിറ്റി അംഗം കൂടിയാണ്. സൂരജ് അടക്കമുള്ള ഇവിടുത്തെ പ്രസ് ക്ലബിന്റെ എല്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അവരുടെ എല്ലാ ടീമും നമ്മൾ വളരെ സജീവമായിട്ടുണ്ട്. അധ്യാപനാണ്. ഞങ്ങൾ ഉറുദു ടീച്ചേഴ്സാണ് ഇതിന് മീഡിയയുടെ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. സൂര്യ അല്ലേ ഉത്സാഹ കമ്മിറ്റിയാ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പൊ ഹാഷ്മി, ആ ചേട്ടൻ പറഞ്ഞാലും ഒന്നും കൂടെ എടുത്തു പറയണം തോന്നുന്നു. കാരണം ഉത്തരവാദിത്ത കലോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ വരുന്നവർക്കും പോകുന്നവർക്കും നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. അപ്പൊ ഈ ഒരു കടലാസ് കയ്യിൽ കിട്ടുമ്പോ നമ്മുടെ കയ്യിലുള്ള ബാഗിലേക്കോ അല്ലെങ്കിൽ ആ വേസ്റ്റ് ഇടാനുള്ള സ്ഥലത്തോ കൃത്യമായി കൊണ്ടിട്ടാൽ ഈ പ്രശ്നം വല്ലതുണ്ടാവും. കുർക്കുറയുടെ കവറൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ പോപ്കോണിന്റെ കവർ, നമ്മുടെ സംഭവം നമ്മൾ എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. പോപ്കോണിന്റെ കവർ ഇതിങ്ങനെ ഇട്ടൂടെ, അല്ലേ? ഇതൊക്കെ ചെയ്തൂടെ അല്ലേ അവർക്ക്? അങ്ങനെ നിങ്ങള് അവിടെ ഞങ്ങള് വേസ്റ്റിന്റെ ബക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഇടാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അധികം ചെയ്യണ്ട. അപ്പൊ അവിടെ വേസ്റ്റിന്റെ ബക്കറ്റ്സ് വെച്ചിട്ടുണ്ട്, അവിടെ ഇടുവാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇവിടുന്ന് കുഞ്ഞുങ്ങൾക്ക് രാവിലെ വന്ന് നമസ്കാരം കൊടുക്കാം. ഇതൊക്കെ സമൂഹം കാണിക്കുന്ന അലമ്പാന്നാ പറയുന്നത് ഇവിടെ. ദയവ് ചെയ്ത് അപ്പൊ ഇവിടെ വന്ന് കാണുക. ഒരുപാട് കുഞ്ഞുങ്ങൾ രാവിലെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ലേസ് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ലേസ് കഴിച്ചു കഴിഞ്ഞാൽ ലേസ് കവർ ചുരുട്ടി ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് കളയാലോ. ഏത് ഈ പാവങ്ങൾ നമ്മളൊക്കെ അങ്ങനെ ചെയ്യും. അത് എല്ലാവരും ഇപ്പം പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളെ ചെറുപ്പത്തിലേ തുടങ്ങി അതിനാണ് പരിശീലിപ്പിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിലൊന്ന് പെടുത്തണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ കുട്ടികൾ ഇതൊക്കെ നല്ല ഭംഗിയാക്കും. ഇതിനെപ്പറ്റി ഒരു അതല്ല ഞങ്ങൾ നമ്മുടെ മനോഭാവത്തിൽ ഇത് കണ്ണാടി പോലെ ആക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സ് വെച്ചാൽ ഇത് ഇവരുടെ പണിയെടുപ്പിക്കാതിരിക്കാം. ടീം വർക്കാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.